ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. രണ്ടാം ഘട്ടം അടുത്ത മാസം 9 ആരംഭിക്കും. വികസിത രാഷ്ട്രം നിർമ്മിക്കാൻ ഉത്തരവാദിത്തമുള്ള പൌരന്മാരുടെ പങ്കാളിത്തം സുപ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പൌരകേന്ദ്രീകൃത ഭരണത്തിനും രാജ്യപുരോഗതിക്കുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ സമുച്ചയമായ സേവാ തീർത്ഥെന്ന് ശ്രീ നരേന്ദ്രമോദി. യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായുമുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്ന നഗരനയത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കേരള ഗ്രഫീൻ പോളിസിക്കും അനുമതി. വാർത്തകൾ വിശദമായി. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. രണ്ടാം ഘട്ടം അടുത്ത മാസം 9 ആരംഭിക്കും. കഴിഞ്ഞ മാസം 28 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. സഭാ നടപടികൾ ആദ്യം 12 മണിവരെ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ പിരിയുകയായിരുന്നു. അന്തരിച്ച മുൻ MP ഭഗവാൻ ദാസ് റാത്തോറിന് ലോക്സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചു. അതേസമയം രാജ്യസഭയിൽ നടപടികൾ സുഗമമായി നടന്നു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേൽ പാർലമെന്റ് അംഗങ്ങൾ രേഖപ്പെടുത്തിയ നന്ദി സ്വീകരിച്ചുകൊണ്ടുള്ള ശ്രീമതി ദ്രൌപദി മുർമുവിന്റെ സന്ദേശം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ രാജ്യസഭയിൽ വായിച്ചു. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെ നടക്കും. ആധാർ അടിസ്ഥാനമാക്കിയുള്ള പ്രാമാണീകരണം, ബഹുതല സൈബർ സുരക്ഷ എന്നിവയുടെ ഭാഗമായി 2025 3.03 കോടി സംശയാസ്പദമായ ഉപയോക്തൃ ഐഡികൾ അസാധുവാക്കിയതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ യഥാർത്ഥ ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്ത ബുക്കിംഗ് ഉറപ്പാക്കാൻ ഇത് സഹായിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത രാഷ്ട്രം നിർമ്മിക്കാൻ രാഷ്ട്രീയ സ്ഥിരതയും ശക്തമായ സമ്പദ്വ്യവസ്ഥയും മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള പൌരന്മാരും പ്രധാന ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നടന്ന ശാക്തീകരിക്കപ്പെട്ട ഭാരതത്തിനായി കർമ്മയോഗ എന്ന രാജ്യവ്യാപക പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജനങ്ങളുടെ സജീവ പങ്കാളിത്തമില്ലാതെ ഒരു രാജ്യത്തിനും തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കില്ല. സാമ്പത്തിക വളർച്ചയും സാങ്കേതിക പുരോഗതിയും ഒന്നിക്കുന്നതാണ് സമ്പന്ന രാഷ്ട്രത്തിന്റെ അടിത്തറയെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. कर्मयोग द्वारा इस देश का हर नागरिक भारत के स्वतंत्र और समग्र विकास में अपना योगदान दे सकता है. इससे भारत न केवल आर्थिक रूप से प्रगति करेगा, बल्कि हम एक ऐसे समाज का निर्माण कर सकेंगे जो विश्व के लिए मूल्य आधारित जीवन का आदर्श होगा. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് സേവാ തീർത്ഥെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൌരകേന്ദ്രീകൃത ഭരണത്തിനും രാജ്യപുരോഗതിക്കുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പുതിയ സംയോജിത സമുച്ചയമായ സേവാ തീർത്ഥിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. और कर्तव्य भवन जैसे नए परिसर भारत की जनता की आकांक्षाओं को पूरा करने के लिए बने हैं. यहाँ से जो फैसले होंगे वो किसी महाराजा की सोच को नहीं, 140 करोड़ देशवासियों की अपेक्षाओं को आगे बढ़ाने का आधार बनेंगे. സുപ്രധാന മന്ത്രാലയങ്ങളെ ഉൾക്കൊള്ളുന്ന കർത്തവ്യ ഭവൻ 1ന്റെയും 2ന്റെയും ഔദ്യോഗിക ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയാണ് സേവാതീർത്ഥിൽ പ്രവർത്തിക്കുന്നത്. ധനമന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, വാർത്താവിനിമയ മന്ത്രാലയം തുടങ്ങി പ്രധാനപ്പെട്ട പല മന്ത്രാലയങ്ങളും കർത്തവ്യ ഭവൻ 1, 2 എന്നിവയിലാണ് ഇനി പ്രവർത്തിക്കുക. സേവാതീർത്ഥിലേക്ക് മാറിയതിനു ശേഷം പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതി, കാർഷിക അടിസ്ഥാന സൌകര്യ ഫണ്ട് 2 ലക്ഷം കോടി രൂപയായി ഇരട്ടിയാക്കൽ, 10,000 കോടി രൂപയുടെ മൂലധനമുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഇന്ത്യ 2.0 എന്നിവയ്ക്ക് അംഗീകാരം നൽകുകയാണ് പ്രധാനമന്ത്രി ആദ്യമെടുത്ത തീരുമാനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസം സന്ദർശിക്കും. ദിബ്രുഗഡിലെ
മൊറാൻ ബൈപ്പാസിൽ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ എത്തുന്ന അദ്ദേഹം യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും പ്രകടനം വീക്ഷിക്കും. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള കുമാർ ഭാസ്കർ വർമ്മ സേതു ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഗുവാഹത്തിയിൽ 5450 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായുമുള്ള എല്ലാ സ്വതന്ത്ര വ്യാപാര കരാറുകളും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചിട്ടുണ്ടെന്നും കർഷകരുടെ ക്ഷേമത്തിന് ഉയർന്ന മുൻഗണന നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ നടന്ന ICAR ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 64ാമത് ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന ദൌത്യത്തിന് സംഭാവന നൽകാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്നതിന് സർക്കാർ രൂപീകരിച്ച നഗരനയത്തിന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. രാജ്യത്താദ്യമായി നഗരനയം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്ത് ഗ്രഫീൻ ആവാസ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ഗ്രഫീൻ പോളിസിക്കും മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകി. 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബില്ലും മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ടെക്നോ പാർക്കിന്റെ കൈവശമുള്ള 4.74 ഏക്കർ ഭൂമിയുടെ അവകാശം നിബന്ധനകൾക്ക് വിധേയമായി സ്പേസിന് കൈമാറ്റം ചെയ്യുന്നതിനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകി. കേരളത്തിൽ അതിവേഗ റെയിൽ ഗതാഗതത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന 7 റെയിൽ പദ്ധതികളുടെ സാധ്യതാ പഠനത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 160 കിലോമീറ്റർ വേഗസാധ്യതയാണ് ഇതിലൂടെ പരിഗണിക്കുന്നത്. ഷൊർണൂർ മംഗലാപുരം, കോയമ്പത്തൂർ ഷൊർണൂർ, ഷൊർണൂർ എറണാകുളം, എറണാകുളം കായംകുളം, കായംകുളം തിരുവനന്തപുരം, തിരുവനന്തപുരം നാഗർകോവിൽ 3-4 പാതകളും തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പുമാണ് ഈ പദ്ധതികൾ. ബയോടെക്നോളജിക്കും അനുബന്ധ മേഖലകൾക്കുമായുള്ള ബൈറാക് ഗവേഷണ വികസന ഇന്നവേഷൻ ഫണ്ടിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും തദ്ദേശീയ ഉൽപാദനവും ദേശീയ താൽപര്യങ്ങൾക്കായി വളർത്തിയെടുക്കുക എന്നതാണ് ഈ ഫണ്ട് കൊണ്ട് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജൈവ സമ്പദ് വ്യവസ്ഥ ഗണ്യമായ വളർച്ച കൈവരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Today's launch signifies the fact that we are no longer late starters. We have already started. Now we are in the global arena and ready to play a global role. So it has all happened in the last 10 years. As Dr. Paul was rightly mentioning the bioeconomy as we stand today. But what is equally important to recall is that in 2014 we were just $8 billion. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാളെ വൈകുന്നേരം നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ചതാണ് ഈ കേന്ദ്രം. 30 കോടിയോളം രൂപ ചെലവഴിച്ച് 5 നിലകളിലായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ 200-ലധികം ഇരുചക്രവാഹനങ്ങളും 130-ലധികം 4-ചക്രവാഹനങ്ങളും പാർക്ക് ചെയ്യാൻ സൌകര്യമുണ്ട്. ശബരിമലയിൽ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് തുടരുന്ന ശാസ്ത്രീയ പരിശോധന ഇന്ന് അവസാനിക്കും. SIT സംഘം സന്നിധാനത്ത് നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ തിരികെ യഥാക്രമം പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ശേഖരിക്കുന്ന സാമ്പിളുകൾ വിദഗ്ധ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കും. തട്ടിപ്പിന്റെ കൃത്യമായ വ്യാപ്തി കണ്ടെത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. ഇന്ന് ലോക റേഡിയോ ദിനം. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. റേഡിയോയും നിർമ്മിത ബുദ്ധിയും AI ഒരു ഉപകരണമാണ്, ശബ്ദമല്ല എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഇക്കുറി ലോക റേഡിയോ ദിനം ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. 2ാം ഘട്ടം അടുത്ത മാസം 9 ആരംഭിക്കും. വികസിത രാഷ്ട്രം നിർമ്മിക്കാൻ ഉത്തരവാദിത്തമുള്ള പൌരന്മാരുടെ പങ്കാളിത്തം സുപ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പൌരകേന്ദ്രീകൃത ഭരണത്തിനും രാജ്യപുരോഗതിക്കുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ സമുച്ചയമായ സേവാതീർത്ഥെന്ന് ശ്രീ നരേന്ദ്രമോദി. യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായുമുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്ന നഗരനയത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കേരള ഗ്രഫീൻ പോളിസിക്കും അനുമതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.